ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം രാവിലെ 5:30. ഞങ്ങളെല്ലാവരും കൂടെ എങ്ങോട്ടാണ് പോണതെന്നല്ലേ? നമ്മുടെ പുതിയ വീട്ടിലേക്കാണ് കേട്ടോ. ഇന്നാണ് നമ്മുടെ പുതിയ വീട്ടിലെ ഗണപതി ഹോമം നടത്തുന്നത്. അപ്പോൾ ഗണപതി ഹോമം നടത്തി നമ്മൾ ഇന്ന് തന്നെ വീട്ടിലേക്ക് കയറുന്നൊന്നുമില്ല. പക്ഷേ ഒരുപാട് കാലത്തിന് ശേഷം ഒരു വീട് കിട്ടിയപ്പോൾ ആദ്യം തന്നെ ഒരു ഗണപതി ഹോമം നടത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് ചെയ്തിട്ട് ബാക്കി ഐശ്വര്യമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് നമ്മളതെല്ലാവർക്കും ലീവും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസം നോക്കിയിട്ട് അങ്ങോട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ രാവിലെ ഒരു 5:30 ആയപ്പോൾ നമ്മൾ വന്നു. പൂജാ സാധനങ്ങളെല്ലാം അവർ കൊണ്ടുവരും, തിരുമേനി കൊണ്ടുവരും. അപ്പോൾ നമുക്കും വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ നമുക്കിവിടെ ഓരോ കാര്യങ്ങൾ നമുക്കായിട്ട് ഓരോന്ന് നാട്ടിലെ പോലെ അല്ലല്ലോ, ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരുമേനി പറയുന്ന പോലെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്യും വീട്ടിൻ്റെ മുന്നിൽ. ആക്ച്വലി ഇതെല്ലാം നമ്മൾ മാറ്റുന്നതാണ്. അതായത് എന്താ പറയുക, നമ്മൾ ഇൻറ്റീരിയർ കംപ്ലീറ്റ് പുതിയത് ചെയ്യുന്നതാണെങ്കിൽ പോലും വീട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു ദൈവികമായ കാര്യം ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരുമേനി പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഏകദേശം ഒരു 7-7:30 വരെ ഉണ്ടായിരുന്നു കേട്ടോ ഗണപതി ഹോമം. ബാക്കിയുള്ള പൂജകളൊക്കെ ഇപ്പോൾ ഭഗവത് സേവ, ഗൃഹപ്രവേശത്തിൻ്റെ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ 4 months കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും വളരെ നന്നായ രീതിയിൽ തന്നെ ഗണപതി ഹോമം ചെയ്തു. നമ്മൾ കൂടെ പോയി അവരെ കൂടെ തന്നെ 5:30 ആകുമ്പോഴേക്കും നമ്മളവിടെ എത്തി. നമുക്ക് ആ കാര്യങ്ങളൊക്കെ എല്ലാ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു. ഇപ്രാവശ്യം അച്ഛനും അമ്മയും കൂടെ ലക്കിലി നമ്മുടെ കൂടെ ഉണ്ടായി. അവരത് പ്ലാൻ ചെയ്ത ഒരു കാര്യമേ ആയിരുന്നില്ല. പക്ഷേ എന്താ പറയുക, അവരോടൊരു മനസ്സും എന്താണ് എന്നറിയില്ല. പക്ഷേ എന്തായാലും അവർക്കത് കൂടാൻ പറ്റി എന്നുള്ളതാണ് നമുക്കും അതുകൊണ്ട് ഇരട്ടി സന്തോഷമായി. കാരണം ഒരു വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നവും. അതും നമ്മളൊരു 4-5 വർഷമായിട്ട് കാത്തിരുന്നിട്ട് നമുക്ക് കിട്ടിയതാണ്. ഈ പറഞ്ഞ പോലെ കോവിഡിൻ്റെ ഇടയിൽ നമുക്കതൊരു ഗ്യാപ്പ് വന്നു, പണിയൊക്കെ നിർത്തി വെക്കേണ്ട വന്ന കാരണം ഒന്ന് ലേറ്റായി. അങ്ങനെ ഗണപതി ഹോമൊക്കെ ഒരു 7:30 ആയപ്പോഴേക്കും കഴിഞ്ഞ് ഒരുപാട് പ്രസാദങ്ങളും പിന്നെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദവും നമ്മൾ വീട് മുഴുവൻ ചന്ദനം തൊടിക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യണം. അങ്ങനെ ഗണപതി ഹോമം കഴിഞ്ഞു. നല്ല ഐശ്വര്യമായിട്ട് തന്നെ നല്ല രീതിയിൽ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് ചെയ്തു. ഇനി നമ്മളിവിടെ ഇൻറ്റീരിയർ തുടങ്ങും. സാധാരണ എല്ലാവരും പറഞ്ഞ പോലെ ഇൻറ്റീരിയറൊക്കെ കഴിഞ്ഞിട്ട് ഗണപതി ഹോമം അത് നമുക്ക് വേണമെങ്കിൽ പിന്നെയും ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ കിട്ടിയതല്ലേ. അപ്പോൾ ഇനി ഒരു 4 months എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ ഗണപതി ഹോമം ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 2 days കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങും. 3 to 4 months ആണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റ് ഗൃഹപ്രവേശം പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എന്തായാലും നമുക്ക് കയറാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ ഒരു എല്ലാ വിഘ്നങ്ങളൊക്കെ ഇല്ലാതെ വേഗം വീടൊക്കെ കിട്ടണ്ടേ. അപ്പോൾ മീൻസ് ഇൻറ്റീരിയറൊക്കെ ചെയ്ത് കഴിഞ്ഞ് കയറണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഗണപതി ഹോമം ആദ്യം നടത്തിയില്ല. നന്നായിട്ട് തന്നെ ചെയ്തു കേട്ടോ. രാവിലെ ഒരു 5:30 ഞങ്ങൾ വന്നു. ഇപ്പോൾ സമയം ഒരു 7:15 ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി, ഇനിയും അമ്പലത്തിൽ പോവാം, വീട്ടിൽ പോവാം. അയ്യപ്പൻ്റെ അമ്പലത്തിലും കൂടെ ഒന്ന് വന്ന് തൊഴുത് പൂജയും ചെറിയൊരു വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തി നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ എല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് തകൃതിയായ പണികൾ എല്ലാം സ്വപ്നെ ഏൽപ്പിച്ച് അത് ഞങ്ങൾ രണ്ടുപേരും A to Z എല്ലാ കാര്യങ്ങളും എല്ലാം അതിലുള്ള ഓരോ കണികകളിലും അത് ഞങ്ങൾ ഇന്റീരിയർ ഡിസൈനിന്റെ ആൾക്കാരെന്ന് ഞങ്ങൾ ചോദിച്ചു, അല്ല എന്നാ പിന്നെ നിങ്ങൾക്ക് തന്നെ ഈ പണി കൂടി ചെയ്തുകൂടെ? കാരണം അവരിങ്ങനെ ഇരുന്ന് കേൾക്കുക, ഞങ്ങളിങ്ങനെ ഡിസൈൻ ചെയ്തത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, അത് വരച്ച് ചിത്രം വെച്ച് ഓരോന്ന് അവസാനം അവർ പറയും, അല്ല എന്നാ പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ ഈ പണി ചെയ്തുകൂടെ? അവരുടെ പണിയും കൂടി നമ്മൾ ചെയ്ത പോലെയാണ്. അപ്പോൾ അതൊരു നിർബന്ധമാണ് എനിക്ക്. കാരണം ഒരു നമ്മുടേതായ ഫുള്ള് എല്ലാം വരണം എന്നുള്ളത്. അപ്പോൾ നോക്കാം അല്ലേ. ഇന്ന് മുതൽ അങ്ങോട്ട് ഇറങ്ങാണ്. അപ്പോൾ നമ്മൾ ഗണപതി ഹോമൊക്കെ കഴിഞ്ഞതാ വീട്ടിലെത്തി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഞാൻ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. എന്നും ബിസിയും കാര്യങ്ങളായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നാളെ മുതൽ ഞാൻ പറഞ്ഞല്ലോ ബിസിയോട് ബിസിയാണ്. അതിൻ്റെ ഇടയിൽ അച്ഛനും അമ്മയും വന്നിട്ടും അപ്പോൾ അവർ 1-2 സ്ഥലത്തേക്ക് ഇറക്കാൻ ഇറങ്ങാനും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ബിസിയാണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വന്ന ഷൂട്ടിങ്ങിന് വേണ്ടി ഡ്രസ്സ് മാറ്റിയിരിക്കുകയാണ്. ഇനി ഇവിടെ അങ്ങോട്ട് കുറേ ഡ്രസ്സുകൾ മാറ്റാനുണ്ട്. നമുക്ക് കുത്താമ്പുള്ളിയുടെ വിഷുവിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ
ഇൻസ്റ്റാഗ്രാം ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേഗം തീർത്തിട്ട് 10:30 ആകുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. ഇന്ന് നമ്മൾ മെറ്റീരിയൽ സെലക്ഷനും കാര്യങ്ങളൊക്കെ ഇന്ന് മുതൽ തുടങ്ങും. ഇവിടുന്ന് അറിയാമല്ലോ എല്ലാവർക്കും വീടിൻ്റെതാകുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് മെറ്റീരിയൽ സെലക്ഷനൊക്കെ പോകേണ്ട ദിവസമാണ്. അപ്പോൾ ഞാൻ അതിന് മുന്നേ ഒന്ന് ഷൂട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുകയാണ്. ഫസ്റ്റ് വൺ നമ്മുടെ ആമസോണിൽ നിന്നാണ് കേട്ടോ എല്ലാതും. അപ്പോൾ ഞാൻ ആമസോൺ വീഡിയോസ് എപ്പോഴും എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ വാങ്ങിയിട്ടുള്ള ഈ കുറച്ച് ഡ്രസ്സുകൾ ആമസോണിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാ വെച്ചാൽ വാങ്ങിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ, ഒരു കോട്ട് സെറ്റെന്നോ കുർത്തി സെറ്റെന്നോ എന്ത് വേണമെങ്കിലും പറയാം. നല്ല കിടിലനായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഒരു കോളർ നെക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കണ്ടത്. ഇതിനൊരു കോളർ നെക്ക് ഉണ്ട്, അതേപോലെ തന്നെ 3/4 സ്ലീവ്സ് ഉണ്ട്. ഇതിന് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കണിക്കൊന്നയുടെ കളറുള്ള ഒരു മഞ്ഞ, എന്നാൽ ഫുൾ മഞ്ഞല്ല, ഒരു കോട്ട് സെറ്റ് ഞാൻ പറഞ്ഞില്ല, ഒരു ബ്രഞ്ചിനൊക്കെ ഇടാനോ പറയാം. ഫ്രണ്ടിൽ ഒരു സ്ലിറ്റും പിന്നെ ഇവിടെ ഫുൾ ഇങ്ങനെ ബട്ടൺസ്, ഫ്രണ്ടിലൊക്കെ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് സ്ലിറ്റ് ഇല്ല, ഇവിടുന്ന് ഇങ്ങനെ വരുന്നതാണ്. പക്ഷെ എന്നാൽ ഭയങ്കര അനാർക്കലി ആണോ എന്ന് ചോദിച്ചാൽ അനാർക്കലി അല്ല കേട്ടോ. സ്ലിറ്റ് ഇല്ല, ഫ്രണ്ടിൽ മാത്രമേ സ്ലിറ്റ് ഉള്ളൂ. നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു ഡ്രസ്സാണ്. ഇതിനൊരു ആങ്കിൾ ലെങ്ത് ഉള്ള ഒരു പാൻറ്റ്, നല്ല കോട്ടൺ, നല്ല സൂപ്പർ തുണി, സമ്മറിന് ഭയങ്കര അടിപൊളിയാണ്. ഇത് ഇന്ന് രാവിലെ ഗണപതി ഹോമത്തിന് ഇട്ടിട്ടുള്ള ഡ്രസ്സും ആമസോണിൽ നിന്നാണ്. അത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങിയത്, ആദ്യമായിട്ട് ഇന്ന് ഇടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു കളർ കേട്ടോ. എന്താ പറയുക, ഒരു പേർപ്പിൾ കളർ എന്നൊക്കെ പറയാം അല്ലേ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ എല്ലാം ഒരേ സെറ്റ് ഓഫ് ഇതെന്ന് എടുത്തുകൊണ്ടാണ് ആ ഒരു പാറ്റേൺ വരുന്നത്. ഒരു കോട്ട് സെറ്റാണ്. എഗെയിൻ സ്പ്രിംഗ് വൈബ്, വൈറ്റിൽ ബ്ലൂ, വലിയ വലിയ ഫ്ലവേഴ്സ് വരുന്നത്. ഇത് കോളറിനൊക്കെ ഓരോ കളറും ഓരോ പോലെ കേട്ടോ കണ്ടോ. അങ്ങനെ ഓരോന്നും ഓരോ പോലത്തുള്ള കോളർ നെക്കുകളാണ്. ഇതും 3/4 സ്ലീവ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇതിന് സ്ലിറ്റ് ഉണ്ട് കേട്ടോ. നല്ല സുഖമുള്ള തുണിയാണ്. ഞാൻ പറഞ്ഞില്ലേ, സമ്മറിൽ ഇടാൻ പറ്റിയ തുണിയാണ്. വിത്ത് സെറ്റാണ് എല്ലാതും വരുന്നത്. ഇതിന് പാൻറ് ഉണ്ട്. പാൻറ് ഒരു ആങ്കിൾ ലെങ്ത് വില വരുന്നുള്ളൂ കേട്ടോ. പാൻറ്റിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇപ്പം എല്ലാം ഫാഷൻ ആങ്കിൾ ലെങ്ത് ആണല്ലോ. പാൻറ്റും സെയിം, ദുപ്പട്ടൊന്നുമില്ല. സ്പ്രിംഗ് വൈബ്, ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഭംഗി കാണുന്നത്. പിന്നെ ഒരു ഡ്രസ്സും കൂടെ ഉണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്നലെ ഇട്ടു. അപ്പം ഞാനത് കഴുകാൻ ഇട്ടിരിക്കുകയാണ്. അതും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടതാണ്. അതിൽ ഒരു 4-5 ഒരേപോലത്തെ എഗെയിൻ സ്പ്രിംഗ് വൈബ്, എന്താ പറയുക, അടിപൊളി. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. നിങ്ങൾ തന്നെ ഫോട്ടോ ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല കിട്ടിക്കാച്ചി ഡ്രസ്സാണ്. ഫ്രണ്ടിലാണ് സ്ലിറ്റ്, സൈഡിൽ സ്ലിറ്റ് ഇല്ലാത്ത അതിൻ്റെ പാൻറ്റും ഉണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് എടുത്തത് എഗെയിൻ ഒരു സമ്മർ ഒരു സാരി. ഈ സാരി ഞാൻ ഉടുത്തിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ. ഇത് നാരായണപ്പേട്ട് സാരിയാണ്, അതായത് കോട്ടൺ സാരി. നാരായണപ്പേട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നാരായണപ്പേട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എങ്ങനെയാണ് ഇവിടത്തെ എന്നുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഈ ഒരു പെർട്ടിക്കുലർ പച്ചയോടെ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. ഈ പച്ചിനി ഇതും ഞാൻ അധികം ഈ തമിഴ് ആളുകളാണ്, തമിഴൻസ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ പാലക്കാട് സൈഡിലൊക്കെ കൽപ്പാത്തിയിലൊക്കെയാണ് ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനത്തെ സാരി കൊടുത്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഈ ഡാർക്ക് കോമ്പിനേഷൻസ്. എന്തായാലും ഒന്ന് വാങ്ങി കൂട്ടോ, നല്ല സാധനമാണ്. എനിക്ക് പുറമെ ഇതിനേക്കാളും ലാഭത്തിൽ ആമസോണിൽ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇതിനൊക്കെ ബ്ലൗസ് അതിൻ്റെതായി തുന്നിച്ചാലേ അതിനൊരു ഭംഗിയുള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാത്തത്. പിന്നെ ഉടുത്ത പിന്നെ ആകെ ചുളിയും. പിന്നെ എവിടെയെങ്കിലും നല്ല കാര്യത്തിന് എടുക്കണമെങ്കിൽ പിന്നെ ഇതാക്കും. അപ്പം ഇത്രയാണ് ആമസോണിൽ നിന്ന് എടുത്തത്. ഇനി ഒട്ടും സമയമില്ല, താമ്പുള്ളിയുടെ ഷൂട്ടിങ്ങിന് പോട്ടെ. അപ്പോൾ ഈ ആമസോണിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. കുറച്ച് ഫോട്ടോഷൂട്ടിൻ്റെ പരിപാടിയാണ് കേട്ടോ. വിഷു സാരീസ് ഞാൻ ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റയിലും മുന്നത്തെ വീഡിയോയിലും ഒക്കെ ഇട്ടിട്ടുണ്ട് 2 അടിപൊളി സാരി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മുന്നത്തെ വീഡിയോ പോയി നോക്കാം, അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ പോയി നോക്കാം നമ്മുടെ സാരികൾ. അപ്പോൾ അതിന് വേണ്ടി വന്നിരിക്കുകയാണ്. നേരെ നമ്മൾ ഇന്നു മുതൽ തുടങ്ങുകയാണ് നമ്മുടെ മെറ്റീരിയൽ സെലക്ഷൻ. അതായത് നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ നാളെയും മറ്റന്നാളുമായിട്ട് തുടങ്ങും. അപ്പോൾ ഗണപതി ഹോമം അങ്ങോട്ട് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്നുള്ളതാണ്. സാധാരണ എല്ലാം കഴിഞ്ഞ് ഗണപതി ഹോമത്തിനും ഗൃഹപ്രവേശമാണ് ഉണ്ടാവുക. പക്ഷേ രമേശേട്ടനും എനിക്കും എന്താ പറയുക, കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ ഒരു 1.5 വർഷം ലേറ്റ് ആയിട്ടാണ് ഈ കൺസ്ട്രക്ഷൻ, ഇത് കോവിഡും ഇതൊക്കെ കാരണം 1.5 വർഷം ലേറ്റ് ആയിട്ടാണ് നമുക്ക് കയ്യിൽ കിട്ടിയത് സംഭവം, നമ്മുടെ ഫ്ലാറ്റ്. അപ്പോൾ വിചാരിച്ചു അല്ലേ, ഒരു ഗണപതി ഹോമം കഴിച്ച് സമാധാനമായിട്ട് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടി ഇൻറ്റീരിയർ തുടങ്ങാം. കാരണം 4 മാസം എടുക്കും ഇൻറ്റീരിയറിന്. അപ്പോൾ പിന്നെയും ലേറ്റ് ആവില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നും കൂടെ ഗണപതി ഹോമം ഭഗത് സേന കുറേ പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് വീട്ടിലൊന്ന് ചെയ്യാം, ഒരു സമാധാനത്തിന് നമുക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ ഫ്രണ്ട്സിനോടൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അതെ, ആർക്കും അറിയില്ല ആക്ച്വലി. കാരണം ഇതൊരു ഗൃഹപ്രവേശം അല്ലല്ലോ, അങ്ങനെ പറയാൻ ആരെയും ഗൃഹപ്രവേശം അല്ലല്ലോ. ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ അച്ഛനും അമ്മയും വന്നത് അവർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം അവര് മുന്നേ 3 മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്താണ്. അപ്പൊ അവർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഞങ്ങളും നമ്മളും അങ്ങനെ പ്ലാൻ ചെയ്യില്ല. കാരണം കീ കിട്ടുന്ന എന്നാന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. ആദ്യം ജാനുവരി പറഞ്ഞു,
പിന്നെ ഫെബ്രുവരി പറഞ്ഞു, അപ്പോൾ മാർച്ച് ആയപ്പോൾ പെട്ടെന്ന് കിട്ടിയപ്പോൾ പിന്നെ പണി പെട്ടെന്ന് തുടങ്ങാമല്ലോ വിചാരിച്ച് മറ്റന്നാൾ മുതൽ തുടങ്ങാം. അപ്പോൾ അതിന് മുന്നേ ഗണപതി ഹോമം കഴിച്ചിട്ട് അങ്ങോട്ട് ഇന്റീരിയർ. അപ്പൊ അപ്പോഴാണ് അച്ഛനും അമ്മയും ആ സമയത്താണല്ലോ വിടാന്നുള്ള ഓർമ്മ. അപ്പൊ പിന്നെ ഞാൻ നാട്ടിൽ പോയപ്പോൾ എൻ്റെ അച്ഛനോടും അമ്മോടും അവിടുന്ന് വരാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും ഈ ഭാഗത്തേക്ക് വരണം വെച്ചാല് അവരല്ല, അവർക്ക് എന്താ വെച്ചാൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകുന്നേരം കിടന്നുറങ്ങാൻ വീട്ടിലെത്തണം, അങ്ങനെയുള്ള പരിപാടിയാണ് അവിടെ മാക്സിമം ഉള്ളൂ. അങ്ങനെയുള്ള കുറേ പേരൻസ് ശരിക്കും ഉണ്ടാവും. കാരണം അവർക്ക് വീടോ നാടോ വിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇപ്രാവശ്യം പോയിട്ട് തന്നെ അമ്മയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആലപ്പുഴ ഒരു ടൂർ പോകാൻ അമ്മ വല്ല നാസെ പോണ പോലെയുള്ള 3 മാസത്തെ ഡിസ്കഷനായിരുന്നു. ഒന്നുമില്ല, ഫ്രണ്ട്സിൻ്റെ ഒപ്പം രാവിലെ പോകണം, വൈകുന്നേരം തിരിച്ചു വരും, ഫ്രണ്ട്സ് കൊണ്ടുവന്നാക്കും. അതിന് അങ്ങോട്ട് ഡിസ്കഷൻ ഇങ്ങോട്ട് ഡിസ്കഷൻ. എന്നിട്ട് അമ്മയുടെ ഫ്രണ്ട് ആൻറ്റി എന്നെ വിളിച്ച് നീ ഒന്ന് പറ അമ്മയെ സമ്മതിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ വിളിച്ച് സമ്മതിച്ച് ഒരു ദിവസം ഒന്ന് അമ്മ പോയി. അതാണ് എൻ്റെ വീട്ടിലെ അവസ്ഥ. അപ്പോൾ അവർ ഇപ്പം ഞാൻ മറ്റേ വീടിൻ്റെ പാലുകാച്ചിലുണ്ടാകുമ്പോൾ ഉറപ്പായും വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മിക്കവാറും ഒരു കാറായിട്ട് പോയിട്ട് വെച്ചു. അച്ഛനാണിച്ചാൽ എല്ലാ ആഴ്ചയും ബോംബേക്കാ. അങ്ങനെ ഞാൻ അടുത്ത ആഴ്ച ബോംബേക്ക് വരും കേട്ടോ. ഇത് പറയൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി അറിയോ ഇങ്ങനെ പറയും. പക്ഷേ അച്ഛനും ഇതിന് മുന്നേ നമ്മുടെ 2 BHK ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു. അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അന്നും വിളിച്ചു, അന്നും വന്നില്ല. അന്ന് ഒരുപാട് വിളിച്ചു, അന്നും വന്നില്ല. 5 years ബാക്ക് അത് കൊടുത്തിട്ടാണ് നമ്മൾ 3 BHK ആക്കിയത്. നമ്മളെന്താ ആഗ്രഹിക്കുക എല്ലാവരും വരും. ഞാൻ അപ്പത്തെ കാറ് മേടിക്കുന്ന സമയത്തും അച്ഛനമ്മോട് ചോദിച്ചു വരുമോ വരില്ലേ, നമുക്ക് കീ മേടിക്കാൻ പോവാൻ, കാറ് മേടിക്കാൻ പോവാം. അതിപ്പോ കാറ് നിങ്ങളങ്ങോട്ട് മേടിക്കും, എന്നിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും പോകുമ്പോ വരാന്ന്. എന്ത് പോകുമ്പോ വരാന്ന് അത്രയല്ല. ഇനിയിപ്പോ എപ്പോഴും ചിലപ്പോ പറയും പാലുകാച്ചിന്റെ സമയത്ത് പറയും അല്ല നിങ്ങളോട് കയറിയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് വരാറ്. അതനുസരിച്ച് ചിലർ അങ്ങനെയാണ്. അത് വീട് പിന്നെ അമ്മമ്മേനെ വിട്ടു പോരാൻ അമ്മയ്ക്ക് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമ്മേനെ വിട്ടു പോരില്ല. എന്നിട്ട് തന്നെ കഴിഞ്ഞ 2-3 പ്രാവശ്യം ബോംബെക്ക് വന്ന് ആ പാവം അമ്മമ്മേനെ പിടിച്ച് വലിച്ചു കൊടുന്ന അമ്മമ്മയ്ക്ക് ഇവിടെ വന്ന് പനി പിടിച്ച്. ഞാൻ പറഞ്ഞു എന്താവശ്യമുണ്ട് ഇങ്ങനെ ഇത്ര ബുദ്ധിമുട്ടിയിട്ട്. അമ്മമ്മേനെ വിട്ടിട്ട് ഒരിക്കലും വരില്ല, കാരണം അമ്മ ഒരിക്കലും ശീലിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നുള്ള വരവും സംഭവങ്ങളൊക്കെ പാലുകാച്ചലിന് എന്താണ്ടാവും അറിയില്ല. എനിക്ക് എല്ലാവരും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഹൗസ് വാമിംഗ് അടിപൊളിയായി നടത്തും എന്നാണ് എൻ്റെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് അല്ലേ, നല്ലപോലെ നടന്നാൽ എല്ലാം നല്ലപോലെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ മെറ്റീരിയൽ സെലക്ഷന് പോവാണ്. ഹൗസ് വാമിംഗ് നടത്തണമെങ്കിൽ വീട്ടിൽ വല്ലതൊക്കെ ഹെഡ് കയറിയിരിക്കണം. അപ്പോൾ ഇന്ന് മുതൽ തുടങ്ങുകയാണ് ഞങ്ങൾ. ആദ്യം നമ്മൾ മെറ്റീരിയൽ സെലക്ഷന് പോവാണ്. ഇനി ഒരു 4 months ഇത് തന്നെയായിരിക്കും ഞങ്ങളുടെ പണി. അപ്പോൾ അതാണ് ആകെ ബിസി സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ എൻ്റെയും രമേശേട്ടൻ്റെയും കയ്യൊപ്പുകൾ ഓരോ തൂണിലും തുരുമ്പിലും വേണം എന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് ഈച്ച് ആൻഡ് എവറിത്തിങ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി സെലക്ട് ചെയ്യും. അതുകൊണ്ട് എനിക്ക് മെയിലെ നാട്ടിൽ പോകാൻ പോലും എനിക്ക് മനസ്സമാധാനമില്ല. കാരണം എന്താ വെച്ചാൽ അതിൽ ഏതെങ്കിലും ഒരു സാധനം എനിക്ക് ഇഷ്ടമില്ലാത്തതാണ് അവിടെ വന്നത്. അല്ല ഞാൻ സ്വപ്നോട് പറഞ്ഞു നീ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ പിന്നെ എന്നോട് പറയരുത് ഇതെന്താ അങ്ങനെ അതെന്താ ഇങ്ങനെ. ഓരോ സാധനം എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ ഫോട്ടോ ഉണ്ട്, അതേപോലെ അതേ കളറിൽ വരണം എന്നത് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ പോകണം. ഞാനും മെറ്റീരിയൽ മുതൽ ഞാനും കൂടെ കയറി ചെല്ലും എല്ലായിടത്തേക്കും. അപ്പോൾ അങ്ങനെയാണല്ലോ ഒരു വീട് അല്ലേ, നമ്മൾ താമസിക്കേണ്ട വീട് നമ്മുടെ ഇഷ്ടത്തിനാണ്. അതിൽ വേറെ ആർക്കും ഒരു പങ്കും ഉണ്ടാവുക. ഐ മീൻ സജഷൻസ് പറയാം, പക്ഷെ നമ്മൾ താമസിക്കുന്ന വീട് നമ്മളെങ്ങനെയാണോ ചെയ്യുക, നമ്മളല്ലേ താമസിക്കുന്നത്. അപ്പം എനിക്കല്ലേ, ഞാനല്ലേ ഒരുക്കുന്നത്. അപ്പോൾ ഇനി എൻ്റെ ഇഷ്ടത്തിനായിരിക്കണം അവിടെ ഓരോ മുക്കും മൂലയും വേണ്ടത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളിലാണ്. ഇങ്ങനത്തെ ബോംബെയിലാവുമ്പോൾ പറയാലോ, ഒരു ചെറിയ നമുക്ക് ഒരുപാട് നാട്ടിലെ പോലെ വലിയ വീടും ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് എല്ലാം കൂടി എവിടെ കുത്തിക്കയറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഡിസ്കഷനാണ്. 3 മാസമായിട്ട് ഭയങ്കര രസമാണ് ഇവിടെ. അതുകൊണ്ട് എന്താവും വീഡിയോ ഒന്നും അറിയില്ല. അതിൻ്റെ ഇടയിൽ കൂടി ഇന്നിപ്പോൾ ഷോർട്സ് ഇടണം, പക്ഷെ അതിൻ്റെ ഇടയിൽ പോകണം. അങ്ങനെ ഒരു പ്രത്യേക തരം അവസ്ഥയിലാണ്. ജീവിതമാണ്. എനിക്ക് ട്രാവലിംഗ് ഓഫീസ് ഞാനിവിടെ ഇല്ല. ഒരു വീഡിയോ എടുക്കാൻ ഇത് ഒരാഴ്ചയായി വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ ഒരാള് വേണ്ടേ. ഞാൻ സ്വപ്നോട് പറഞ്ഞു നീ യൂട്യൂബ് എന്നുള്ള കാര്യമൊക്കെ എന്നെ ഒഴിവാക്കിയേക്ക്. എല്ലാം ചെയ്തു തരാറ് വീഡിയോ. അതുകൊണ്ട് വെറുതെ വീഡിയോ ക്രെഡിറ്റ് ഗോസ് ടു രമേശേട്ടൻ ആൾക്കാർ വെറുതെ പറയണ്ട. എന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോസ് ഒക്കെ രമേശേട്ടൻ എല്ലാം എടുത്തത് മിത്തുക്കുട്ടിയാണ് എടുത്തത്, ഷോർട്സും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇപ്പൊ വെറുതെ ആൾക്കാർ പറയാ സ്വപ്നം നല്ല സുഖം, എല്ലാ വീഡിയോ രമേശേട്ടൻ എടുത്ത് കൊടുക്കണം. കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് ട്രൈപോഡും വെച്ച് മിത്തുവിനെ വിളിച്ചിട്ട് ക്രെഡിറ്റ് വെറുതെ രമേശേട്ടൻ അങ്ങനെ നിങ്ങൾ കളയരുത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇതിന് പിന്നില്. അതിന്റെ ഒരു മോശം വീഡിയോ അത് കുഴപ്പമില്ല, അത് ചിലപ്പോ ഉണ്ടാവും. അത് നിങ്ങൾ സഹിച്ചേ പറ്റൂ. അത് അത്രയ്ക്ക് ക്ലാരിറ്റി മതി. വീഡിയോ നല്ല ക്ലാരിറ്റി ഉണ്ട്. അത് ഐഫോൺ കാരണം എന്റെ ഗുണമല്ല, ഐഫോൺ ആണ്. പക്ഷെ ബാക്കിയൊക്കെ അല്ല അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാനും. അപ്പം നല്ല ബിസിയാണ്. പോട്ടെ. അങ്ങനെ
നമ്മളിവിടെ മെറ്റീരിയൽ സെലക്ഷൻ വന്നിരിക്കുകയാണ്. നമുക്കൊരു ടീമുണ്ട് കേട്ടോ, നമ്മൾ ഇൻറ്റീരിയർ ഒരു ടീമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ എല്ലാം ചെയ്യണം എന്നില്ല, പക്ഷേ എല്ലാത്തിനും നമ്മൾ പോകണമല്ലോ, ഈച്ച് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ആദ്യം നമ്മൾ ടൈൽസ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ഒരു ദിവസം മെറ്റീരിയൽ സെലക്ഷനൊന്നും നമുക്ക് ഒരിക്കലും നടക്കില്ല. നമുക്ക് പ്ലാനിനനുസരിച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇന്ന് ഒരു ദിവസം നമ്മൾ തൽക്കാലം ഫ്ലോറിങ്ങിൻ്റെ അങ്ങനത്തെ സെലക്ഷനും ടൈൽസ് അങ്ങനത്തെയൊക്കെ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി നമുക്ക് കിച്ചൺ വാർഡ്രോബ് അങ്ങനെ എന്താ പറയുക ഒരു 2-3 മന്ത്സിൻ്റെ മെറ്റീരിയൽ സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ കിട്ടുമ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ അല്ലേ ഓരോ സ്ഥലത്ത് പോയി നോക്കുമ്പോൾ. അപ്പോൾ നമുക്കൊരു ടീം ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഞാനിതിങ്ങനെ നിങ്ങളെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വല്ല ഐഡിയാസ് ആൻഡ് ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, പ്രത്യേകിച്ച് മുംബൈയിലുള്ളവർക്ക്. കാരണം നമ്മൾ മുംബൈയിലായതുകൊണ്ട് ഇവിടെ ഏരിയയിലെ ഏറ്റവും ലാഭത്തിൽ കിട്ടുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല വെറൈറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നതോ, നിങ്ങൾ കുറേ ഇൻറ്റീരിയർ കുറേ ഒരു വീടൊക്കെ ഇപ്പോൾ അടുത്ത് റിനോവേറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഏതാണ് സ്ഥലം. ഇപ്പം നമ്മൾ നമ്മുടെ അടുത്തുള്ളതോ അവർ കൊണ്ടുപോകുന്നതുമായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത്. അല്ല നിങ്ങൾക്ക് വല്ല ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ ഈവൻ ലൈറ്റ് മുതൽ ഫാന് മുതൽ ഇലക്ട്രോണിക് സാധനങ്ങൾ മുതൽ നമുക്ക് വാങ്ങണം, അറിയാമല്ലോ ഒരു വീടാകുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മുംബൈയിലുള്ളവർക്കും നവി മുംബൈയിലുള്ളവർക്കൊക്കെ ഒരു സജഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നല്ല കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്കൊരു ഉപകാരവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളും കൂടെ നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, നമുക്കൊരു ഹെൽപ്പ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.